ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ രാവിലെ തന്നെ സമയം 8 മണിയായിട്ടുണ്ട്. ഞാൻ 4 മണിക്ക് എണീച്ചതാണ്. രാത്രി ഗ്രൂപ്പ് നോക്കുമ്പോൾ സ്കൂളും മദ്രസ ഉണ്ടോ ഇല്ലയെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സ്കൂളും മദ്രസ ഉണ്ടെന്ന് അറിഞ്ഞതാണ്. അപ്പോൾ ഞാൻ പലയിടത്തും ഫോൺ വിളിച്ച് കേട്ടതാണ്. അപ്പോൾ കേൾക്കുമ്പോഴേക്കും പറഞ്ഞ് രാവിലെ മദ്രസും സ്കൂളും ഉണ്ടെന്ന്. അങ്ങനെ ഒരു 4 മണി സമയത്ത് പെട്ടെന്ന് ഫോൺ നോക്കിയപ്പോഴേക്കും ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു സ്കൂളും മദ്രസും ഇല്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ സമയം കുറച്ച് വൈകിട്ടാണ് എണീച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ ഒരു ചായയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നല്ലൊരു അടിപൊളി ചായയൊക്കെ വെച്ചു. ഇപ്പോൾ ഭയങ്കര തണുപ്പല്ലേ, അങ്ങനെ ഒരു ചൂട് ചായയൊക്കെ വെച്ച് മക്കൾക്കെല്ലാം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. മക്കളാണെങ്കിൽ പെട്ടെന്ന് എണീച്ചിട്ടുമുണ്ട്. ഇന്ന് ഏതായാലും എനിക്ക് സ്കൂളിൽ പോകണം. അപ്പോൾ വലിയ മോൾക്ക് അഡ്മിഷൻ കൊടുക്കാൻ പോവാണ്. ഇടനീറാണ് കേട്ടോ അവൾക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ രാവിലെ തന്നെ എണീച്ചിട്ട് പിന്നെ മിക്സിയിൽ കുറച്ച് മുളകും കാര്യങ്ങളൊക്കെ അരച്ച് വെച്ചു. പിന്നെ തിരിച്ച് വരുമ്പോഴേക്കും കുറച്ച് സമയം കഴിയും. അപ്പോൾ എന്തായാലും ചോറും കറി ഉണ്ടാക്കി തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ ചോറൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ ചോറ് നല്ല തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ കുക്കറിൽ വെച്ചു. അതിനിടയിൽ ഞാനിതാ പിന്നെ വെണ്ടക്കായും കറിയൊക്കെ വെക്കുന്നുണ്ട്. ഇന്ന് മീൻ കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രിക്കത്തെ കുറച്ച് ചിക്കൻ കറി ഉണ്ടായിന്. അങ്ങനെ മക്കളൊക്കെ റെഡിയായി ഒരുങ്ങി നിന്നിട്ടുണ്ടായിന് കേട്ടോ. മുറ്റത്ത് കീയാൻ തന്നെ ഭയങ്കര പേടിയാണ്. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറിയിട്ട് നേരെ നമ്മളെ ഷോപ്പിൽ പോയിട്ടുണ്ടായിന് കേട്ടോ. മോളെ ചെരുപ്പൊക്കെ പൊട്ടിയിട്ട് ഭയങ്കര അലങ്കോലമായിട്ടുണ്ടായിന്. അങ്ങനെ മോൾക്കൊരു ചെരുപ്പൊക്കെ വാങ്ങിയിട്ട് നേരെ ഞങ്ങൾ സ്കൂളിലേക്ക് പോയിട്ട് തിരിച്ച് വന്നിട്ടുണ്ടായിന്. അങ്ങനെ രാത്രിക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കലാണ്. രാത്രിക്കൊക്കെ പിന്നെ ഞാൻ വിചാരിച്ചു നമ്മളെ ഗോതി ദോശ ഉണ്ടാക്കാമെന്ന്. പിന്നെ ഉച്ചക്കുള്ള കറിയൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം മക്കൾക്കാണെങ്കിൽ കുറച്ചാൾക്ക് ചോറ് മതിയെന്ന് പറഞ്ഞു, പിന്നെ കുറച്ചാൾക്ക് ദോശ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ദോശയും കുറച്ച് ചോറൊക്കെ മക്കൾക്ക് എല്ലാവർക്കും കൊടുത്തു. പിന്നെ മുറ്റത്ത് നോക്കുമ്പോൾ ഭയങ്കര മഴയുടെ കാര്യം ഇവിടെ സെറ്റായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയാൽ. ഇത് നമ്മൾ തൈരും അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയും കൊണ്ട് ഉണ്ടാക്കിയതാണ്. നമ്മൾ മിക്സിയിൽ അരച്ചിട്ട് നല്ലോണം നല്ല പോലെ അരച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അതിനിടയിൽ ചിക്കൻ കറിയുണ്ട്. ഇന്ന് അങ്ങനെ കറിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉച്ചക്ക് വെണ്ടക്ക കറി വെച്ചതാണ്. അങ്ങനെ നല്ല അടിപൊളി ദോശയൊക്കെ ഉണ്ടാക്കി മക്കൾക്ക് എല്ലാവർക്കും കൊടുത്തു. പിന്നെ രാത്രി ആയപ്പോഴേക്കും ഞങ്ങളും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.